Hello friends, welcome back to Technique Malayalam. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് OnePlus 12R ചാർജിങ് ടെസ്റ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം OnePlus 12R ഒരു മിഡ് റേഞ്ച് ഡിവൈസ് ആണ്. ഇൻഫാക്ട് മിഡ് റേഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു 40,000 രൂപയ്ക്ക് വരുന്ന ഒരു അടിപൊളി പ്രീമിയം ഡിവൈസ് ആണ്. അപ്പോൾ OnePlus 12R ചാർജിങ് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിവൈസ് ഒന്ന് കാണാം. About phone OnePlus 12R Snapdragon 8 Gen 2 ചിപ്പാണ് വരുന്നത്. അതിനൊപ്പം തന്നെ 5500 mAh ബാറ്ററിയാണ്. ഇത്തവണ ബാറ്ററി ഇൻക്രീസ് ആയിട്ടുണ്ട്. 5000 നിന്ന് 5500 ആണ്. പിന്നെ Android 14 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ്. അപ്പോൾ ഈ ഡിവൈസിൽ നമ്മളിപ്പോൾ 1% ബാറ്ററി ഉള്ളത്. അപ്പോൾ നമ്മൾ 100% വരെ ചാർജ് ചെയ്തിട്ട് എത്രത്തോളം ഫാസ്റ്റാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ബാറ്ററി പോയിട്ട് സ്മാർട്ട് റാപ്പിഡ് ചാർജിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ടേൺ ഓൺ ചെയ്യാണ്. അപ്പോൾ ഈ സ്മാർട്ട് റാപ്പിഡ് ചാർജിങ് ടേൺ ഓൺ ചെയ്യുമ്പോൾ ചെറിയൊരു രീതിയിൽ ചൂട് വരും, ഡിവൈസ് ഹോട്ട് ആവുന്നതാണ്. പക്ഷേ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് ടേൺ ഓൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ചാർജിങ് സ്റ്റാർട്ട് ചെയ്യണം. അതായത് 1 to 100% ചാർജ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഈ ഡിവൈസിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 100 വാട്ട് സൂപ്പർ വൂക്ക് ചാർജറാണ്. ഇത് ബോക്സിനകത്ത് വരുന്ന ചാർജറാണ്, 100 വാട്ട് സൂപ്പർ വൂക്ക് ചാർജർ. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ഇപ്പോൾ ചാർജിങ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. OnePlus 12R 0 to 100 ഓർ അത് 1 to 100% ചാർജിങ് ആണ്. അപ്പോൾ നമ്മൾ ചാർജർ കണക്ട് ചെയ്യാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് കാണാം ചാർജിങ് സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് 2% ഓൾറെഡി ആയി. അപ്പോൾ നമുക്ക് ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സൂപ്പർ വൂക്ക് 100 വാട്ട് ചാർജിങ് ആണ്. അപ്പോൾ ടൈമർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് 2 മിനിറ്റ് ഓഫ് ചാർജിങ്, അതായത് 2 മിനിറ്റ്സ് ചാർജ് ചെയ്യുമ്പോൾ എത്ര ബാറ്ററി ഇതിനകത്തുണ്ട് നമുക്ക് നോക്കാം. 2 മിനിറ്റ്സ് ഓഫ് ചാർജിങ്ങിൽ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ 2 മിനിറ്റ് ആയിരിക്കും ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ക്വിക്കലി ടെമ്പറേച്ചർ ഒന്ന് നോക്കാം. 36 ഡിഗ്രീസാണ് വരുന്നത്. അതൊരു നോർമൽ ടെമ്പറേച്ചറാണ്. ചാർജിങ് ഫാസ്റ്റ് ചാർജിങ് വരുമ്പോൾ ഉള്ള ഒരു നോർമൽ ടെമ്പറേച്ചർ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ 2 മിനിറ്റ് ചാർജിങ്ങിൽ നമുക്ക് കാണാം അറൗണ്ട് 12% ബാറ്ററി ഫുള്ളായിരിക്കുകയാണ്. ഇതല്ലേ, ഇൻഫാക്ട് 13 ആയി. ഇപ്പോൾ 13% വെറും 2 മിനിറ്റ്, ഇൻഫാക്ട് 2.5 മിനിറ്റിൽ 13% ആയിരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 5 മിനിറ്റായി ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ട്. 5 മിനിറ്റ്സിൽ വീണ്ടും ടെമ്പറേച്ചർ ഏറെക്കുറെ അത് തന്നെയാണ്, 36 ഡിഗ്രീസാണ്. അതിൽ ചേഞ്ച് ഒന്നും തന്നെ കാര്യമായി വന്നിട്ടില്ല. അപ്പോൾ 5 മിനിറ്റ് ചാർജിങ്ങിൽ എത്ര ബാറ്ററി ഉണ്ട് നമുക്ക് നോക്കാം. 5 മിനിറ്റ് ചാർജ് ചെയ്താൽ 23% ആയിരിക്കുകയാണ് ബാറ്ററി. വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. 23% വെറും 5 മിനിറ്റിൽ. ഇൻഫാക്റ്റ് ഇപ്പോൾ 24% അപ്പോൾ നല്ല ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. ഇനി നമുക്ക് 10 മിനിറ്റിൽ നോക്കാം. ഇപ്പോൾ 10 മിനിറ്റ്സ് ഓഫ് ചാർജിങ് ആയിരിക്കുകയാണ്. 10 മിനിറ്റ്സിൽ നമുക്ക് 43% ആയിരിക്കുകയാണ് 10 മിനിറ്റ് ചാർജിങ്. ഓൾമോസ്റ്റ് ക്ലോസ് ടു 50% ആയി എന്ന് പറയാം. അത്രയും ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ 5500 mAh 43% വെറും 10 മിനിറ്റിലാണ് ചാർജ് ആയിരിക്കുന്നത്. അപ്പോൾ നല്ല ഫാസ്റ്റാണ്. ഇനി ടെമ്പറേച്ചർ കൂടി നോക്കാം. ചെറുതായിട്ട് 1 ഡിഗ്രി ഇൻക്രീസ് ആയിട്ടാണ് വേണമെങ്കിൽ പറയാം. ഒരു 1.5 ഡിഗ്രി ഇൻക്രീസ് ആയിട്ട് പറയാം. ഇപ്പോൾ 37.8 വരെ 9 വരെ, ഇൻഫാക്ട് 38 വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ടെമ്പറേച്ചർ റൈസൊന്നുമില്ല, എന്നാലും കൺട്രോൾഡ് ആണെന്ന് പറയാം. വലിയൊരു ഹീറ്റിംഗ് ഇഷ്യൂസോ അങ്ങനെ ഒന്നും തന്നെ നമ്മൾ നോട്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ 10 മിനിറ്റിൽ 43% ആയിരിക്കുകയാണ്. ഇനി നമുക്ക് 15 മിനിറ്റ്, ഇപ്പോൾ ഇൻഫാക്ട് 16 മിനിറ്റായി. 16 മിനിറ്റിൽ എത്ര ബാറ്ററി നോക്കാം. വളരെ ക്വിക്കായിട്ട് ടെമ്പറേച്ചർ കൂടി നോക്കാം. 38.6, 38.9, 40 ഡിഗ്രി വരെ ആയിട്ടുണ്ട്. എന്നാലും ഒരു ഭയങ്കര ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നുമില്ല. ഹീറ്റിംഗ് ഇഷ്യൂസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 48-50 ഡിഗ്രീസൊക്കെ നമ്മളെ ഹീറ്റിംഗ് ഇഷ്യൂസ് വരുന്നത്. ഇത് 40 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നോർമൽ ഒരു ചാർജിങ് ടെസ്റ്റിൽ വരുന്ന ഒരു ഇതാണ്. അപ്പോൾ വലിയൊരു ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. ഇനി 16 മിനിറ്റിൽ 64% ആയിരിക്കുകയാണ് ബാറ്ററി. 64%, ഇൻഫാക്ട് 65% 16 മിനിറ്റിൽ ചാർജ് ചെയ്തപ്പോൾ. ഇനി നമുക്ക് അടുത്തത് 20 മിനിറ്റിൽ എത്ര ബാറ്ററി ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 20 മിനിറ്റ്സ് ഓഫ് ചാർജിങ് ആയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം 20 മിനിറ്റ്സ് കംപ്ലീറ്റഡ് ആണ്. ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ വീണ്ടും തന്നെ അതേ ടെമ്പറേച്ചറാണ്. ചെറുതായിട്ടൊന്ന് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് ഒരു 1 ഡിഗ്രീനടുത്തോളം കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ആ ടെമ്പറേച്ചർ. അപ്പോൾ പിന്നെ അതിനപ്പുറത്തേക്ക് ഹീറ്റ് ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 38.7 വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ബാറ്ററിയും കൂടെ നോക്കാം. 20 മിനിറ്റ് ചാർജിങ്ങിൽ 77% ആയിരിക്കുകയാണ്. ഇനി ഇൻഫാക്ട് 78, ഇനി 22% കൂടിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ ആ 22% എത്ര സമയം എടുക്കും നമ്മൾ നോക്കാം. അപ്പോൾ അടുത്തത് നമ്മൾ 25 മിനിറ്റ്സ് ഓഫ് ചാർജിങ് എത്രയായി നോക്കാം. അപ്പോൾ 25 മിനിറ്റായി ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ 25 മിനിറ്റിൽ 91% ആയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി വെറും 9% മാത്രമേ ബാക്കിയുള്ളൂ. ഇൻഫാക്ട് 92 ആയിപ്പോൾ. ഇനി ആകെ നമുക്ക്
8% കൂടി ബാക്കിയുള്ളൂ. ആ 8% എടുക്കാൻ എത്ര സമയം എടുക്കുന്നു എന്ന് നമുക്ക് നോക്കാം. വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന അൾട്രാ ഫാസ്റ്റ് ചാർജിങ് എന്ന് കാണാം. അപ്പോൾ OnePlus 12R ഓൾമോസ്റ്റ് 92%. ഇൻഫാക്റ്റ് ഇപ്പോൾ 28 മിനിറ്റിൽ, ഇൻഫാക്റ്റ് 29 മണി പറയാം, 29 മിനിറ്റിൽ 100% ബാറ്ററി ആയിരിക്കുകയാണ്. അപ്പോൾ നല്ല ഫാസ്റ്റായിട്ടാണ് പോയത്. വെറും 28 മിനിറ്റാണ് കംപ്ലീറ്റ് ചാർജ് ചെയ്യാൻ എടുത്തത്. നല്ല ഫാസ്റ്റാണ്. ഇതിന് വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ ഇതിനകത്ത് 5000 അല്ല 5500 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. 5500 mAh ബാറ്ററി ആണെങ്കിൽ പോലും 100 വാട്ട് ചാർജിങ്ങിന് വെറും 29 മിനിറ്റാണ് എടുത്തത്. നല്ല ഫാസ്റ്റ് ചാർജിങ് ആണ് OnePlus 12R ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൂപ്പർ ബുക്ക് നമുക്കറിയാം ഓൾറെഡി നല്ല ഫാസ്റ്റാണ്. അപ്പോൾ ഇതിലും തന്നെ ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ബാറ്ററി കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തെങ്കിൽ പോലും ചാർജിങ് സ്പീഡിൽ കുറവൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ഫാസ്റ്റാണ് OnePlus 12R ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു OnePlus 12Rൻ്റെ ചാർജിങ് ടെസ്റ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.